2026 ഫെബ്രുവരി 1-ന് പുറത്തിറങ്ങിയ PSC ബുള്ളറ്റിനിലെ പ്രധാന ചോദ്യ ഉത്തരങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും PSC കരിയേഴ്സിലേക്ക് സ്വാഗതം. 2026 പത്മ അവാർഡ്സുകളാണ് നമ്മൾ നോക്കുന്നത്. പത്മവിഭൂഷൺ ആണ്. പത്മവിഭൂഷൺ നേടിയവർ 5 പേരാണ്. രാജ്യത്തെ തന്നെ രണ്ടാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? അത് പത്മവിഭൂഷൺ ആണ്. 5 പേര് ആരൊക്കെയാണ് എന്ന് നോക്കാം. VS അച്യുതാനന്ദൻ, ധർമ്മേന്ദ്ര, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജൻ എന്നിവരാണ് പത്മവിഭൂഷൺ നേടിയ 5 പേർ. VS അച്യുതാനന്ദൻ, ധർമ്മേന്ദ്ര, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, ഡോക്ടർ N രാജൻ എന്നിവരാണ്. നെക്സ്റ്റ് പത്മഭൂഷൺ. പത്മഭൂഷൺ നേടിയത് 13 പേരാണ്. മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ, വിജയ് അമൃതരാജ്, VK മൽഹോത്ര, ഷിബു സോറൻ, അൽക യാഗ്നിക്, ഭഗത് സിംഗ് കോഷിയാരി, കലിപ്പട്ടി രാമസ്വാമി പളനിസ്വാമി, നോറി രത്നത്രേയലുലു, പീയൂഷ് പാണ്ഡെ, SM കാമിലേഷൻ, ശിവദാസൻ ആർ ഗണേഷ്, ഉദയ് കോട്ടക് എന്നിവരാണ് പത്മഭൂഷൺ നേടിയ 13 പേർ. പത്മശ്രീ നേടിയവർ 113 പേരാണ്. അതിൽ പ്രധാനപ്പെട്ടവർ രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ, സവിത പൂനിയ, പ്രവീൺ കുമാർ, K പാളനിവേൽ, AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊടുങ്ങല്ലൂർ ദേവകിയമ്മ, അനിൽ ഭൈരവി സിംഗ്, K രാമസ്വാമി, പ്രദീപ് ശർമ്മ, ഹരിപരാൻ വൈകിയ എന്നിങ്ങനെയുള്ള 113 പേരാണ് പത്മശ്രീ നേടിയവർ. പത്മശ്രീ നേടിയ പ്രധാനപ്പെട്ട ആ വ്യക്തികൾ രോഹിത് ശർമ്മ, ഹർമൻപ്രീത് കൗർ, സവിത പൂനിയ, പ്രവീൺ കുമാർ, K പാളനിവേൽ, AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊടുങ്ങല്ലൂർ ദേവകിയമ്മ, അനിൽ ഭൈരവി സിംഗ്, K രാമസ്വാമി, പ്രദീപ് ശർമ്മ, ഹരിപരാൻ വൈകിയ എന്നിവരാണ്. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന സ്ഥലം ഏതാണ്? അത് കണ്ണൂരാണ്. കണ്ണൂരിലാണ് 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത്. 2026 അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതാണ്? സിംബാബ്വെ, നമീബിയ എന്നിവരാണ്. സിംബാബ്വെ, നമീബിയ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതയായത് ആര്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതയായത് PT ഉഷയാണ്. PT ഉഷ. നെക്സ്റ്റ് സൈനിക ബഹുമതികളാണ്. 2026 അശോക ചക്ര നേടിയത് ആരാണ്? അത് ശുഭാംശു ശുക്ലയാണ്. ശുഭാംശു ശുക്ല നേടിയത് അശോക ചക്ര ആണ്. 2026 കീർത്തി ചക്ര നേടിയത് ആരാണ്? കീർത്തി ചക്ര നേടിയത് ആരാണ്? അത് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ്. പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. 2026 ശൗര്യ ചക്ര നേടിയവർ ആരെല്ലാം? K ദീന, രൂപ, വിപിൻ, വിൽസൺ എന്നിവരാണ് ശൗര്യ ചക്ര നേടിയവർ. ഗോൾഡൻ ഗ്ലോബ് അവാർഡ്. 83ാമത് ഗോൾഡൻ ഗ്ലോബിലെ മികച്ച ഡ്രാമ ചിത്രം ഏതാണ്? ഹാംനെറ്റ്. മികച്ച കോമഡി ചിത്രം ഏതാണ്? വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച നടൻ വാഗ്നർ മൗറ. മികച്ച നടി ജെസ്സി ബക്ലി. മികച്ച സംവിധായകൻ ആരാണ്? പോൾ തോമസ് ആൻഡേഴ്സൺ. 83ാമത് ഗോൾഡൻ ഗ്ലോബിലെ മികച്ച ഡ്രാമ ചിത്രമാണ് ഹാംനെറ്റ്. മികച്ച കോമഡി ചിത്രമാണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. മികച്ച നടൻ ഡ്രാമ വിഭാഗത്തിൽ വാഗ്നർ മൗറ. മികച്ച നടി ജെസ്സി ബക്ലി. മികച്ച സംവിധായകൻ ആരാണ്? അത് പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം 83ാമത് ആണ്. സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ രാജ്യം ഏതാണ്? മൊറോക്കോ ആണ്. മൊറോക്കോ ആണ് സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ രാജ്യം. വാണിജ്യാടിസ്ഥാനത്തിൽ മെറ്റാവേഴ്സ് സിറ്റിയിൽ ഉൾപ്പെട്ട ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയാണ് ആദ്യ മെറ്റാവേഴ്സ് രാജ്യം. പ്രാരംഭഘട്ട ക്യാൻസർ കണ്ടെത്തുന്നതിനായി അഡ്വാൻസ്ഡ് മൊബൈൽ യൂണിറ്റ് സംവിധാനം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്താണ് പ്രാരംഭഘട്ട ക്യാൻസർ കണ്ടെത്താനായി അഡ്വാൻസ്ഡ് മൊബൈൽ യൂണിറ്റ് സംവിധാനം ആരംഭിച്ചത്.
UN പുരസ്കാരം നേടിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളമാണ് UN പുരസ്കാരം നേടിയ സംസ്ഥാനം. സഹപാഠി പദ്ധതി ഏത് വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി നടപ്പാക്കുന്നതാണ്? സഹപാഠി പദ്ധതി ഏത് വിഭാഗത്തിന്റെ ഉന്നമനത്തിനായിട്ട് ഉള്ളതാണ്? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനുള്ള പദ്ധതിയാണ് സഹപാഠി പദ്ധതി. സംസ്ഥാനത്തെ ആദ്യ വടക്കുനാഥൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ വടക്കുനാഥൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലാണ് ആദ്യ വടക്കുനാഥൻ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഏതാണ്? ഗംഗാതിയാണ് ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. ഇന്ത്യക്കാർക്ക് വിസ രഹിത യാത്ര പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ജർമ്മനി. ജർമ്മനിയിലാണ് ഇന്ത്യക്കാർക്ക് വിസ രഹിതമായ യാത്ര പ്രഖ്യാപിച്ചത്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ അമോണിയ പ്രൊജക്ട് ആരംഭിച്ച സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഗ്രീൻ അമോണിയ പ്രൊജക്ട് ആരംഭിച്ചത്. ആർ യു റെഡി ആപ്പ് ഏത് ആവശ്യത്തിനായി പുറത്തിറക്കിയ ആപ്പാണ്? ആർ യു റെഡി ആപ്പ് ഭിക്ഷാടനം നടത്തുന്നവർക്കുള്ള ഭക്ഷണവും താമസ സൗകര്യവും കണ്ടെത്തുന്നതിനായിട്ടുള്ള ആപ്പ് ഏതാണ്? അത് ആർ യു റെഡി എന്ന ആപ്പാണ്. സഹപാഠി പദ്ധതി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിട്ടുള്ളതാണ്. ആർ യു റെഡി ആപ്പ് ഭിക്ഷാടനം നടത്തുന്നവർക്കുള്ള ഭക്ഷണവും താമസ സൗകര്യവും ഒരുക്കുന്നതിനുള്ള ആപ്പാണ് ആർ യു റെഡി. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്ട് ആരംഭിച്ചത് എവിടെയാണ്? അത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രൊജക്ട് ആരംഭിച്ചത്. ഉദയ് നടപ്പാക്കിയ ഭൂമി ഡിജിറ്റലൈസേഷൻ പദ്ധതി ഏതാണ്? ഭൂമി തന്നെയാണ്. ഭൂമിയാണ് UIDAI ഉദയ് നടപ്പിലാക്കിയ ഭൂമി ഡിജിറ്റലൈസേഷൻ പദ്ധതി. ആർടെമിസ് 2 ഏത് രാജ്യത്തിന്റെ ദൗത്യമാണ്? ആർടെമിസ് എന്നത് അമേരിക്കയുടെ ദൗത്യമാണ്. ആർടെമിസ് 2 ചാന്ദ്ര ദൗത്യം നടത്തുന്ന രാജ്യമാണ് അമേരിക്ക. ആർടെമിസ് 2 എന്ന ചാന്ദ്ര ദൗത്യം നടത്തുന്ന രാജ്യം ഏതാണ്? അത് അമേരിക്കയാണ്. വേൾഡ് എക്കണോമിക് ഫോറം വാർഷിക സമ്മേളനം സ്ഥലം ഏതാണ്? വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ വാർഷിക സമ്മേളനം നടന്നത് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനം നടന്നത്. കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതം ഏതാണ്? എവിടെയാണ് കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതം? ആറളം. ആറളത്തിലാണ് കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതം നിലവിൽ വന്നത്. ഉദയ് നടപ്പിലാക്കുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട ഡിജിറ്റലൈസേഷൻ പദ്ധതിയാണ്. ആർടെമിസ് എന്നത് ചാന്ദ്രദൗത്യം നടത്തുന്നതാണ്. അമേരിക്കയാണ് ആർടെമിസ് 2 എന്ന ചാന്ദ്രദൗത്യം നടത്തുന്നത്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ വാർഷിക സമ്മേളനം നടന്ന സ്ഥലം സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലാണ്. കേരളത്തിലെ ആദ്യ ചിത്രശലഭ സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് ആറളത്താണ്. ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? മാഗ്നസ് കാൾസൺ ആണ്. മാഗ്നസ് കാൾസൺ ആരാണ്? ലോക ചെസ് ചാമ്പ്യനാണ്. റാപ്പിഡ് ചെസ് കിരീടം നേടിയത് ആരാണ്? നിഹാൽ സരീനാണ്. റാപ്പിഡ് ചെസ് കിരീടം നേടിയത് നിഹാൽ സരീൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 28,000 റൺസ് നേടിയ താരം ആരാണ്? അത് വിരാട് കോഹ്ലിയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 28,000 റൺസ് നേടിയത് വിരാട് കോഹ്ലി ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരം ആരാണ്? രോഹിത് ശർമ്മ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയത് രോഹിത് ശർമ്മ ആണ്. വിജയ് ഹസാരെ ട്രോഫി ജേതാക്കൾ ആരാണ്? വിജയ് ഹസാരെ ട്രോഫി നേടിയത് വിദർഭ ആണ്. വിദർഭ. ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ജേതാക്കൾ ആരാണ്? ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ജേതാക്കൾ സെനഗൽ ആണ്. ഈ വർഷം വിട പറഞ്ഞവരാണ്. അജിത് പവാർ ഏത് സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു? മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആയിരുന്നു അജിത് പവാർ. ബേലാധാർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സിനിമയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ബേലാധാർ. ക്ലൗഡറ്റ് കോൾവിൻ ഏത് രാജ്യത്തെ പ്രവർത്തകയാണ്? ക്ലൗഡറ്റ് കോൾവിൻ അമേരിക്കൻ പ്രവർത്തകയാണ്. മാർക്ക് ടണ്ണിംഗ് ഏതു മേഖലയുമായി ബന്ധപ്പെടുന്നു? അത് മാധ്യമമാണ്. മാർക്ക് ടണ്ണിംഗ് മാധ്യമ മേഖലയുമായി ബന്ധപ്പെടുന്നു.